ഹായ് ഓൾ, എല്ലാവർക്കും കുഴിമന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുഴിമന്തി കഴിക്കണം എന്ന് കുറേ നാളായി ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി, ഇപ്പോൾ അതാണ്ട് കുഴിമന്തി നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാനിവിടെ 600 ഗ്രാം ബസ്മതി ആയിരുന്നു നല്ലോണം കഴുകി ഒരു 30 മിനിറ്റത്തേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നല്ല ജീരകം 1 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, ബേലീഫ് 2-3 കുഞ്ഞു കഷ്ണങ്ങൾ, ഏലക്ക 8 എണ്ണം, ഗ്രാമ്പു 6 മുതൽ 7 എണ്ണം വരെ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു ജാതിക്കയും, ഡ്രൈ ലെമൺ ഒരെണ്ണത്തിന്റെ ഹാഫ് നമുക്ക് വറുത്തെടുക്കണം. ഇപ്പൊ മസാലക്കൂട്ടുകളുടെ കളറൊക്കെ മാറി നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ വറുത്ത് വെച്ച കൂട്ടെല്ലാം നല്ലോണം ചൂടാറിയുണ്ട്. അപ്പൊ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ഇട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുഴിമന്തിക്കുള്ള ചിക്കൻ റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 850 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നല്ലോണം ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. എന്നാലാണ് മസാലയൊക്കെ നല്ലോണം ഉള്ളിൽ പിടിക്കുള്ളൂ. ഈ ചിക്കൻ പീസസ് എല്ലാം തിരിച്ചിട്ടിട്ട് നല്ലോണം കുത്തി കൊടുക്കണം. ഈ ചിക്കനെല്ലാം ഞാൻ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. മന്തി മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മാഗി ചിക്കൻ സ്റ്റോക്ക് 1 പീസ് പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് മസാലയൊക്കെ നല്ലോണം ചിക്കനെ പിടിപ്പിക്കാം. അമ്മച്ചിയാണ് എനിക്ക് ചെയ്തു തന്നത്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം നമുക്ക് മാരിനേറ്റ് ആവാൻ വെക്കാം. ചോറ് വേവിക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നേരത്തെ അരമണിക്കൂർ കുതിർത്തി വെച്ചിരുന്ന ചോറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 5 ഏലക്ക, 4 ഗ്രാമ്പു, 1 കറുവാപ്പട്ട, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, അതിന്റെ കൂടെ തന്നെ വെള്ളത്തിൽ കൂടി നിൽക്കുന്ന ഉപ്പും ചേർക്കാം. ചോറധികം വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുത്താലോ. അതിനായിട്ട് സ്റ്റവിൽ വെക്കുന്നതിന് മുമ്പ് കടായിലേക്ക് ഇത്രയും നേരം നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നിരത്തിയിടുക. ഇതിന് മുകളിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് 2 ടേബിൾ സ്പൂണും ചേർക്കണേ. കടായി സ്റ്റൗവിന് മുകളിൽ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് മറിച്ചിടാം. അതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇനി 5 മിനിറ്റ് കൂടെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞു, തിരിച്ചിടാം. ഇത് മൂടി വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം 3 മിനിറ്റിന് ശേഷം മറിച്ചിട്ടിരുന്നു. അപ്പൊ നല്ലോണം വെന്തു എന്ന് തോന്നി. അപ്പൊ ഇനി നമുക്ക് ഫുൾ ദം ചെയ്യാനുള്ള സെറ്റപ്പിലേക്കാണ്. ആദ്യം നമുക്ക് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില കുറച്ച് വിതറി കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ചോറിന് കളർ കൂട്ടാനായിട്ട് ഞാൻ എങ്ങനെ ചെയ്തിരുന്നത് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടിയിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അടുത്ത ലെയർ ചോറിടാം. ഇതിന് മുകളിൽ മഞ്ഞൾപ്പൊടിയും പാലും കൂടെയുള്ള മിക്സ്ചർ ഒഴിച്ചു. ഇനിയും ഞാൻ ചോറിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചോറിട്ട് ലെവൽ ചെയ്ത് അങ്ങനെ ഒഴിക്കാം. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ റൈസിന് ആ ഒരു കളറൊക്കെ വരിക. ലാസ്റ്റ് ലെയർ ഇട്ട് എന്നിട്ട് നമ്മൾ നടുക്കൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ചൂട് കനൽ, എനിക്ക് കനൽ മേടിക്കാൻ കിട്ടും, ഞാൻ മേടിക്കുകയാണ് ചെയ്തത്. ചൂട് കനൽ 2 കഷ്ണം ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് കുത്തി വെച്ചു. ഇനി കനലിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല പുക വരും. ആ സമയത്ത് അടച്ച് നമുക്ക് 5 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആഹാ, ചെറിയ തോതിലുള്ള പുകയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ആ കനൽ അങ്ങനെ മാറ്റി കൊടുക്കാം. നമുക്ക് ആ പച്ചമുളകുകളുടെ ആവശ്യമില്ല, അത് നമുക്ക് മാറ്റാം. അതിൻ്റെ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുത്തി വെക്കുന്നത്. ഇത് നമ്മൾ റൈസ് വേവിച്ച് വെച്ചിരുന്ന പാത്രത്തിലേക്ക്, ഒരു ബേസും ഒരു പാത്രത്തിലേക്ക് ഞാൻ തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ മാറ്റണം.